ടി പി പ്രശാന്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ടി പി പ്രശാന്ത്, ഇപ്പോൾ മുന്നു സിയാദിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പുതിയ അപ്ഡേറ്റ് ഈ കമ്പനിയുടെ ഉടമസ്ഥന്റെ പേരടക്കമുള്ള വിവരങ്ങളാണ്. ഒരു മലയാളിയുടെ സ്ഥാപനമാകുമ്പോൾ കൂടുതലായും മലയാളികൾ അവിടെ തൊഴിൽ ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ പരിക്കേറ്റ് കഴിയുന്നവരിൽ ഒരു 7 പേർ മലയാളികളാണ്. 11 പേരുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. ഈ 11 പേരെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞോ? നേരത്തെ കൊല്ലം സ്വദേശിയുടെ വിവരങ്ങൾ നമ്മൾ നൽകിയിരുന്നു. സുജയ, ഇതിലിപ്പോൾ കൊല്ലം ഒയൂർ സ്വദേശിയെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മറ്റ് ചില പേരുകൾ വന്നിട്ടുണ്ട്. എന്നാൽ സ്ഥലം എവിടെയാണെന്നുള്ള കാര്യത്തിൽ അവർ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ പലരും ഈ തീപിടുത്തത്തിൽ ഏറെ പൊള്ളലേറ്റ് മരിച്ചുകൊണ്ട് തന്നെ തിരിച്ചറിയാനാകാത്ത വിധത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ DNA അടക്കമുള്ള പരിശോധന ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം. എന്തായാലും കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുമായി കുവൈറ്റ് ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. 196 പേരാണ് ഈ കെട്ടിട സമുച്ചയത്തിൽ താമസിച്ചിരുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിട ഉടമയെയും ഒപ്പം സുരക്ഷാ ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ കുവൈറ്റിൻ്റെ ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. ഒപ്പം കുവൈറ്റ് മുനിസിപ്പാലിറ്റിക്ക് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടുത്തെ മാൻപവർ വിഭാഗത്തിനും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം രാജ്യത്ത് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും 24 മണിക്കൂറിനകം താമസക്കാരെ ഒഴിപ്പിക്കുവാനുമുള്ള ഒരു ഉത്തരവ് ആഭ്യന്തരമന്ത്രിയും അവിടുത്തെ ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹം ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം നിരവധി പേരുടെ ജീവനെടുത്ത ദുരന്തത്തിൽ ഇന്ത്യ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ അംബാസഡർ ഈ സംഭവ സ്ഥലത്ത് എത്തുകയും ആദർശ് ആശുപത്രിയിലുള്ള ഇന്ത്യക്കാരെയും എല്ലാവരെയും തന്നെ പോയി നേരിൽ കാണുകയും ചെയ്തിരുന്നു. വേണ്ട സഹായങ്ങളെല്ലാം തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതിൽ അനുശോചനം അറിയിച്ചിരിക്കുന്നു. ഒപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യ ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണർന്നു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മാത്രവുമല്ല, ഈ കർശനമായിട്ടുള്ള നടപടികളുമായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് പോകുമ്പോൾ അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടുതൽ അന്വേഷണങ്ങളും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം കെട്ടിട ഉടമയെ അന്വേഷണം തീരുന്നത് വരെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് അവർ കസ്റ്റഡിയിൽ വെക്കുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം.